സതീശൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ പിണറായി അങ്ങ് പൊട്ടിച്ചു. സതീശന്റെ പിറക്കാതെ പോയ പീഡകപുത്രനെ പിണറായി അങ്ങ് കുരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തിയേക്കും. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്തതിനാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കി CPM-ഉം BJP-യും രംഗത്തുണ്ട്. സതീശ ഇപ്പൊ പൊട്ടിക്കും, ദാ പൊട്ടിക്കും തുടങ്ങി ചെമ്പുകോപി ആക്ഷനൊക്കെ കാണിച്ച് CPM-നെ അങ്ങ് വിരട്ടാമെന്ന് കരുതി. പണി പാലും വെള്ളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. DGP റവാഡ ചന്ദ്രശേഖരൻ ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ. സ്വാഭാവികമായിട്ടും അവർ തയ്യാറായി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന ഓഡിയോ ദൃശ്യത്തിലെ ഗർഭചിത്രത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. അതിന് തയ്യാറായതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പൊതുപ്രവർത്തകനായ AH ഹഫീസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയ പോലീസിന് അത് സംബന്ധിച്ച് വിദഗ്ധ ഉപദേശം കിട്ടി കേസെടുക്കാമെന്നുള്ളത്. ഇത്രയും വലിയ വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ കേസുമായി മുന്നോട്ട് പോകുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ആ നിർദ്ദേശം വന്നതിന് പിന്നാലെ സതീശൻ പൊട്ടിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പിണറായി പൊട്ടിച്ച് കാണിച്ചു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് സ്വയം മേന്മ നടിക്കുകയാണ്. ഇതാ ഞങ്ങൾ പുറത്താക്കി, മറ്റാരെന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ 10ഓളം പെൺകുട്ടികൾ ഒരേപോലെ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ഒപ്പം അശ്ലീല സന്ദേശങ്ങൾ MLA അയച്ചു എന്ന തരത്തിലുള്ള പരാതികൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനെ മറ്റ് ചില സംഭവങ്ങളുമായി സമീകരിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ ഞരമ്പനെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതോടെ പാളിയത്. അതുകൊണ്ട് സതീശൻ കൂടെ പൊട്ടിക്കുമെന്ന് പറയണ്ട, പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനി ചിലരുടെ പുക കണ്ട് മാത്രമേ അടങ്ങാനുള്ള സാധ്യതയുള്ളൂ. ഇനി എത്ര കാലം കൂടി സതീശൻ ആ സെക്ഷൽ പെർവേർട്ടിനെ രക്ഷിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. സ്വന്തം രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൈവിടാതെ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞരമ്പനെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതോടുകൂടി കച്ചവടം സ്വാഹ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തിയേക്കും. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്തതിനാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കി CPM-ഉം BJP-യും രംഗത്തുണ്ട്.